എല്ലാവർക്കും നമസ്കാരം. ഞാനിന്ന് ഒരു പ്രധാനപ്പെട്ട ടോപ്പിക്കുമായിട്ടാണ് വന്നിരിക്കുന്നത്. അതായത് ഏകദേശമുള്ള പല സ്ത്രീകളും അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ്. പലതെന്നല്ല പറയേണ്ട, ഏകദേശമുള്ള സ്ത്രീകളൊക്കെയും അനുഭവിക്കുന്ന ഒന്നാണ്. അവർ ജോലി ചെയ്യും. അതായത് രാവിലെ മുതൽ വൈകുന്നേരം വരെ അവർ വളരെ കഷ്ടപ്പെട്ട് അവരുടെ പലതരത്തിലുള്ള അസ്വസ്ഥതകളും എല്ലാം വെച്ചുകൊണ്ട് തന്നെ അവർ ജോലി ചെയ്യും. എന്നാൽ ശമ്പളം ലഭിക്കുമ്പോൾ ATM കാർഡ് അതവരുടെ ഹസ്ബൻഡിൻ്റെ കയ്യിലായിരിക്കും. അല്ല എങ്കിൽ ആ വരുന്ന ക്യാഷ് എത്രയാണോ അത് തൻ്റെ ഹസ്ബൻഡിൻ്റെ അക്കൗണ്ടിലേക്ക് അയച്ചു കൊടുക്കണം. ഇത് ഇന്ന് പല സ്ത്രീകളും അനുഭവിക്കുന്ന ഒരു ഏറ്റവും മോശപ്പെട്ട ഒരു വൃത്തികെട്ട ഒരു ഏർപ്പാടാണിത്. ഇന്ന് എന്നോട് വളരെ വിഷമത്തിലൊരാൾ പറയുകയുണ്ടായി. അവർ എത്രയോ വർഷം കൊണ്ട് ജോലി ചെയ്യുന്നു. അവർ കുറേശ്ശെ ആണെങ്കിൽ പോലും വർഷങ്ങളുടെ കണക്ക് നോക്കിയാൽ ലക്ഷക്കണക്കിന് രൂപ അവർ അധ്വാനിച്ചുണ്ടാക്കി. എന്നാൽ അവർക്കൊരു നല്ലൊരു ഡ്രസ്സ് ഇടണമെങ്കിൽ അവരുടെ ഹസ്ബൻഡിനോട് ചോദിക്കണം. അത് കൊടുക്കുന്നതോ 250, 300 രൂപ, ഒരു 500 രൂപയ്ക്ക് അപ്പുറമുള്ള ഒരു നല്ലൊരു ഡ്രസ്സ് അവർ ഇട്ടിട്ടില്ല. അവരുടെ ആഗ്രഹത്തിനൊത്തവണ്ണം അവർക്ക് ജീവിക്കുവാനുള്ള ക്യാഷ് അവരുടെ കയ്യിലില്ല. അവർ രാവിലെ മുതൽ വൈകുന്നേരം വരെ വളരെ അധ്വാനിക്കുന്നു. എന്നാൽ ലഭിക്കുന്ന ക്യാഷ് അത്രയും ഹസ്ബൻഡ് വാങ്ങുന്നു. എന്നിട്ടോ അവരുടെ ആഗ്രഹങ്ങൾക്കും അവരുടെ സ്വപ്നങ്ങൾക്കും യാതൊരു പ്രസക്തിയും അവിടെയില്ല. ആ ഹസ്ബൻഡ് എന്ന് പറയുന്ന വ്യക്തി എന്ത് പറയുന്നുവോ അത് മാത്രമേ വൈഫ് ചെയ്യാവൂ. അയാൾ ഇന്ന സ്ഥലത്ത് പോകണ്ട എന്ന് പറഞ്ഞാൽ പോകണ്ട, നീ ഇന്ന് ജോലിക്ക് പോകേണ്ട എന്ന് പറഞ്ഞാൽ ജോലിക്ക് പോകേണ്ട, സമാധാനമില്ല. മക്കളുടെ മുൻപിൽ വെച്ച് ചീത്ത വിളിക്കുന്നു. അവർ പറഞ്ഞതാണ്. പലപ്പോഴും അവർക്കും അവരുടെ മക്കൾക്കും ഉത്തരമുട്ടിപ്പിക്കുന്ന ഒരവസ്ഥ എന്താണെന്ന് വെച്ചാൽ എന്ത് പറഞ്ഞാലും അവസാനം ചീത്തവിളിയാണ്. ചീത്തവിളിയെന്ന് വെച്ചാൽ ഒരു മനുഷ്യനും സഹിക്കുവാൻ കഴിയാത്ത തരത്തിലുള്ള ചീത്ത വിളിച്ചാണ് അയാൾ അവിടെ ഭരിക്കുന്നത്. ഈ ചീത്ത കേൾക്കുമ്പോൾ തന്നെ അത് കേൾക്കുവാൻ സാധിക്കാതെ ആ മക്കളും ഭാര്യയും അവിടം വിട്ട് കടന്നു പോകുന്നു. ഒന്നും മിണ്ടാതെ അടിമയെപ്പോലെ ജീവിക്കുന്നു. ഇവരുടെ കാശ് മാത്രം മതി, ഭാര്യയെ സ്നേഹിക്കുന്നില്ല. ഇതെന്താണ് ന്യായം? അവർക്ക് പ്രതികരിക്കുവാൻ കഴിയുന്നില്ല. എന്തെങ്കിലും പറഞ്ഞാൽ ഉടനെ പറയുന്നത് ഞാൻ ഇവിടെ നിന്നങ്ങ് ഇറങ്ങിപ്പോകും, എന്നെ പിന്നെ നീ കാണുകയില്ല. അവർ സഹിക്കുന്നു. കാരണം അവരുടെ പേരൻസ് എല്ലാം വയസ്സായി, എല്ലാവരും കുടുംബങ്ങളായിട്ടിരിക്കുമ്പോൾ മക്കളുടെ ഭാവി കാര്യങ്ങൾ നോക്കണം, കുഞ്ഞുങ്ങളുടെ വിവാഹം നോക്കണം. ആ സമയത്ത് അവർ ചിന്തിക്കുന്നു, അവരുടെ കൂടെ ഹസ്ബൻഡില്ല എങ്കിൽ മറ്റുള്ളവർ എന്ത് പറയും, മറ്റുള്ളവർ എന്ത് ചിന്തിക്കും. എന്നാൽ പല സ്ത്രീകൾക്കും എവിടെയാണ് സ്വാതന്ത്ര്യം? അവരുടെ ആഗ്രഹങ്ങൾക്ക് എന്താണ് പ്രസക്തി? ഒന്ന് പറഞ്ഞോട്ടെ, ജീവിച്ചിരിക്കുമ്പോൾ നമുക്ക് ലഭിക്കാത്ത സ്വാതന്ത്ര്യം, നമുക്ക് ലഭിക്കാത്ത ആഗ്രഹങ്ങൾ, നമുക്ക് ലഭിക്കാത്ത നമ്മുടെ സ്വപ്നങ്ങൾ, നമുക്ക് ലഭിക്കാത്ത പലതും ഇതൊന്നും നമുക്ക് അർഹത ഉണ്ടായിട്ടും അത് ലഭിക്കുന്നില്ല എങ്കിൽ ഈ ഒരു ജീവിതം കൊണ്ട് എന്താണ് അർത്ഥം? ഭർത്താവെന്ന് പറയുന്നത് ഭരിക്കുവാനുള്ളതാണോ? അല്ലെങ്കിൽ ഒരു അപ്പനെന്ന് പറയുമ്പോൾ അധികാരം സ്ഥാപിക്കുവാനുള്ളതാണോ? ഇത് തിരിച്ചറിയാത്ത പല ഭർത്താക്കന്മാരും പല അപ്പന്മാരും കുടുംബത്തെ നശിപ്പിക്കുകയാണ്. ഇതിന് എന്ത് പരിഹാരമാണ് വേണ്ടുന്നതെന്ന് പലരും പറഞ്ഞു കൊടുത്തു അവരോട്. പക്ഷേ പറഞ്ഞു കൊടുക്കുവാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. തീരുമാനം അവരുടേതാണ്. എന്നും ഒരടിമയെപ്പോലെ ജീവിച്ച് അടിയും ആട്ടും തെറിവിളിയും അനാവശ്യമായിട്ടുള്ള സംസാരവും എല്ലാം സഹിച്ചുകൊണ്ട് ജീവിക്കേണ്ടതാണോ ഒരു ഭാര്യ?
അല്ലെങ്കിൽ അപ്പൻ്റെ തെറിവിളി കേട്ട്, അപ്പൻ്റെ അനാവശ്യമായ സംസാരങ്ങൾ കേട്ട് ഒരു രാജാവിനെ പോലെ അടിച്ചമർത്തുന്ന ഒരു പിതാവിനെയാണോ മക്കൾക്ക് വേണ്ടത്? നാം അത് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഒരു ജീവിതം നന്നായിട്ട് മുന്നോട്ട് പോകണമെങ്കിൽ അവിടെ പരസ്പരം വിശ്വാസത്തിലും പരസ്പരം ഷെയറിങ്ങിലും പരസ്പരം മനസ്സിലാക്കി മുന്നോട്ട് പോയില്ല എങ്കിൽ ഇവിടെ ആരും ആരെക്കാളും വലുതല്ല. ഭർത്താവ് ഭാര്യയെക്കാളും, ഭാര്യ ഭർത്താവിനേക്കാളും വലുതല്ല. എല്ലാവരും തുല്യരാണ്. രണ്ടുപേരുടെയും ആഗ്രഹങ്ങൾക്കും രണ്ടുപേരുടെ ഇഷ്ടങ്ങൾക്കും ഒരുപോലെ തുല്യതയുണ്ട്. അല്ലാതെ ഒരാളുടെ മാത്രം ഇഷ്ടങ്ങൾ നടത്തുക, മറ്റേയാളുടെ ഇഷ്ടങ്ങൾ നടത്താതിരിക്കുക, മൊബൈൽ ഫോൺ ഉപയോഗിക്കുവാൻ പാടില്ല. ഇതൊക്കെ എന്താണ്? ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇത് നടന്നൊരു കാര്യമാണ് ഞാനിവിടെ സംസാരിക്കുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് പറയാം. അടുത്ത വീഡിയോ വരുവരേക്കും നന്ദി, നമസ്കാരം.